നിന്ന് തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. ആര്? സംഘപരിവാർ ശക്തികൾ, BJP. ഭരണകൂടത്തെ അകത്തു നിന്ന് തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഭരണകൂട സ്ഥാപനങ്ങളെയും ഭരണകൂട സംവിധാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും അകത്തു നിന്ന് തന്നെ പിടിച്ചെടുത്ത് വരുതിയിലാക്കി. ഫാഷിസം ഇസ് എ ഫ്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ദി സ്റ്റേറ്റ് പവർ. അപ്പൊ ഫാഷിസവും കുത്തക മൂലധനവും തമ്മിലുള്ള നാഭീനാള ബന്ധം വളരെ സ്പഷ്ടം. ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രൂപമാണ് ഗ്ലോബലൈസേഷൻ. അതിന് യൂഫമിസ്റ്റ് മയത്തിൽ മധുരവാക്കിൽ വാസന തൈലം പുരട്ടി പറയുന്ന ഒരു വാക്കാണ് ഗ്ലോബലൈസേഷൻ. ഭരണകൂട സ്ഥാപനങ്ങളെ അവർ അന്തസാര ശൂന്യമാക്കി, പൊള്ളയാക്കി, വെടക്കാക്കി, തനിക്കാക്കി കേന്ദ്ര ഏജൻസികളെ, ഭരണകൂടത്തിന്റെ ഏജൻസികളെ ശത്രുക്കളെ വേട്ടയാടാനും നിഗ്രഹിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തും. അത് ട്രംപായാലും മോഡിയായാലും മെലണിയായാലും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയായ വ്യക്തികൾ, ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പരസ്പര ബന്ധമില്ലെന്ന് തോന്നുമെങ്കിലും പരസ്പര ബന്ധമുള്ള രണ്ട് കാര്യങ്ങൾ സംഭവിച്ചത്. ഒന്ന്, 2019 രണ്ടാം തവണയും BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ 2022 അന്തരിച്ച ലോകപ്രശസ്ത മാർക്സിസ്റ്റ് ദൈക്ഷണികനായ ഐജാസ് അഹമ്മദ് ഫ്രണ്ട് ലൈനിൽ ഒരു ദീർഘമായ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിന്റെ തലക്കെട്ട് ദ സ്റ്റേറ്റ് ഈസ് ടേക്കൺ ഓവർ ഫ്രം വിത്തിൻ. ആ അഭിമുഖത്തിലെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ സംഭവം, ഇന്നലെ ഒരു കേന്ദ്ര ഏജൻസി കേരളത്തിൽ നടത്തിയ ഡോഗ് ഷോ. ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ന്യൂ ഫാഷിസവുമായി? ഐജാസ് അഹമ്മദ്, ദ സ്റ്റേറ്റ് ഈസ് ടേക്കൺ ഓവർ ഫ്രം വിത്തിൻ. ഭരണകൂടത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ, ഭരണകൂടത്തെ അകത്തു നിന്ന് തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. ആര്? സംഘപരിവാർ ശക്തികൾ, BJP. ഭരണകൂടത്തെ അകത്തു നിന്ന് തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഭരണകൂട സ്ഥാപനങ്ങളെയും ഭരണകൂട സംവിധാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും അകത്തു നിന്ന് തന്നെ പിടിച്ചെടുത്ത് വരുതിയിലാക്കി സ്വന്തം കാലാൽ പടയുടെ പരുവത്തിലാക്കിയിരിക്കുന്നു. ഐജാസ് അഹമ്മദ് 2019 പറയുകയാണ്, ജൂലൈയിലാണ് ആ ഇന്റർവ്യൂ വന്നത്. ഇലക്ഷൻ കമ്മീഷൻ, ഹയർ ജുഡീഷ്യറി, കേന്ദ്ര ഏജൻസികൾ. അദ്ദേഹം കേന്ദ്ര ഏജൻസികളിൽ ED പറയുന്നുണ്ട്, CBI പറയുന്നുണ്ട്, NIA പറയുന്നുണ്ട്, ED. അദ്ദേഹം അന്തരിച്ചു. അപ്പൊ ഈ ഭരണകൂട സ്ഥാപനങ്ങളെ ഇത്ര സമർത്ഥമായി കൈയടക്കി, തനിക്കാക്കി, വെടക്കാക്കി വെച്ചിരിക്കുകയാണ് അന്ന് തന്നെ മോദി ഭരണം. ഇത് രണ്ടാം തവണയാണ്. അപ്പം ഞാൻ ഓർത്തത്, ഈ പുസ്തകം വായിച്ചപ്പോൾ ആ ഇന്റർവ്യൂ ഒക്കെ വെച്ച് ഓർത്ത ഒരു കാര്യം, പശ്ചിമ ജർമ്മനി, വെസ്റ്റേൺ ജർമ്മനി, മുതലാളിത്ത പശ്ചിമ ജർമ്മനിയിൽ 1960 ഒടുവിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായി. ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലോങ് മാർച്ച് ത്രൂ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. ലോങ് മാർച്ച് ത്രൂ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകൾ, കോളേജുകൾ, കോടതികൾ, പത്രങ്ങൾ, മീഡിയ, എല്ലാം അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവര് ആഗ്രഹിച്ചത് പൊടുന്നനെയുള്ള വിപ്ലവമല്ല, സമൂഹത്തിൽ രചനാത്മകമായ, ക്രിയാത്മകമായ മാറ്റം ആദ്യം വരുത്തുക.
അവരുടെ ആദ്യ ലക്ഷ്യങ്ങൾ ഒന്ന് പൗരസ്വാതന്ത്ര്യത്തിന്റെ വികസനം, വിപുലീകരണം. രണ്ട്, ലിംഗസമത്വത്തിന്റെ വിപുലീകരണം. മൂന്ന്, ബഹുത്വത്തിന്റെ, സ്വരവൈവിധ്യത്തിന്റെ വിപുലീകരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ അവകാശങ്ങളുടെ ദൃഢീകരണം. ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കേന്ദ്ര ഭരണകൂടം നടത്തുന്നത് ദ ലോങ് മാർച്ച് ത്രൂ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ലോങ് മാർച്ച് ത്രൂ ദി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഭരണകൂട സ്ഥാപനങ്ങളിലൂടെയുള്ള ലോങ് മാർച്ച്. മാർച്ച് മാത്രമല്ല ആ ഭരണകൂട സ്ഥാപനങ്ങളെ അവർ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന തിക്ത യാഥാർത്ഥ്യത്തിന്റെ നിദർശനമായിരുന്നു ഇന്നലെ കണ്ട ഞാൻ പറഞ്ഞ ഡോഗ് ഷോ. അപ്പോ നവഫാസിസം ഈ പുസ്തകത്തിൽ ആദ്യ അധ്യായം തന്നെ നവഫാസിസം ചരിത്രവും വർത്തമാനവും എന്നാണ്. നവഫാസിസത്തിന്റെ ചരിത്രം, വർത്തമാനം, അതിന്റെ സ്വഭാവ സവിശേഷതകൾ ഒക്കെ വളരെ ഭംഗിയായി സരളമായ ഭാഷയിൽ ജാർഗണുകളുടെ അകമ്പടി ഒട്ടുമില്ലാതെ ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ, എന്നാൽ അത്ര ലളിതമായ കാര്യങ്ങളല്ല, എന്നാൽ ആർക്കും മനസ്സിലാവാവുന്ന വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നവഫാസിസം പല രാജ്യങ്ങളിൽ പല രീതിയിലാണ്. പക്ഷെ നവഫാസിസം പങ്കുവെക്കുന്ന ചില പൊതുവായ സ്വഭാവ സവിശേഷതകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദി അദറിംഗ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ അപരവൽക്കരണം. ഇന്ത്യയിൽ അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അമേരിക്കയിൽ അത് കുടിയേറ്റക്കാരായിരുന്നു. യൂറോപ്പിൽ മിക്ക രാജ്യങ്ങളിലും കുടിയേറ്റ വിഭാഗങ്ങളോട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തും അത് റിലീജിയസ് മൈനോറിറ്റി ആയിരിക്കാം, മത ന്യൂനപക്ഷമായിരിക്കാം, എത്നിക് മൈനോറിറ്റി ആയിരിക്കാം, മൈഗ്രൻസ് ആയിരിക്കാം. ന്യൂനപക്ഷങ്ങളുടെ സ്വഭാവം മാറുന്നു. പക്ഷേ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഈ നവഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സവിശേഷത എന്ന് പറയുന്നത് അതത് രാജ്യങ്ങളിലെ ഹതഭാഗ്യരായ ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്ന, അവരെ അപരവൽക്കരിച്ച് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ കുന്തമുനകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ. ന്യൂനപക്ഷങ്ങളാണ് രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന പഴയ ആ ഹിറ്റ്ലറിയൻ ആപ്തവാക്യം തന്നെയാണ് നവഫാസിസം വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്നത്. ന്യൂനപക്ഷങ്ങളോട് അതീവ തീവ്രമായ പകയും വെറുപ്പും വിരോധവും ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ നവഫാസിസമുള്ള. നവഫാസിസം ഇറ്റലിയിൽ ദ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി, മെലഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടല്ലോ, മോഡിയും. കാരണം അവരൊക്കും രണ്ടും നവഫാസിസ്റ്റുകളാണ്. ഫിൻലാൻഡിൽ ദ ഫിൻസ് പാർട്ടി ഒരു സഖ്യകക്ഷി സർക്കാരിലെ നവഫാസിസ്റ്റ് ഭരണകൂടത്തിലെ ഒരു പങ്കാളിയാണ്. അതുപോലെ ഫ്രാൻസിൽ മറീൻ ലീപ്പനിന്റെ നാഷണൽ റാലി, അത് ഏത് സമയവും അധികാരത്തിൽ വരാം. ജർമ്മനിയിൽ ദി ഓൾട്ടർനേറ്റീവ് ഓഫ് ജർമ്മനി എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ് പ്രസ്ഥാനം വളരെ ശക്തമാണ്. ക്രൊയേഷ്യയിൽ, സ്ലോവാക്യയിൽ, സ്വീഡനിൽ സർക്കാരിൽ നവഫാഷിസ്റ്റ് ശക്തികൾ ഭാഗഭാക്കാണ്. ബൊളീവിയയിൽ, അർജന്റീനയിൽ, ഇന്ത്യയിൽ ഉണ്ട്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, നവഫാഷിസവും മൊണോപോളി ക്യാപിറ്റൽ, കുത്തക മൂലധനവും തമ്മിലുള്ള നാഭീനാള ബന്ധം. നവഫാഷിസത്തെ ഫാർ റൈറ്റ്, പോപ്പുലിസ്റ്റ്, എക്സ്ട്രീം റൈറ്റ് എന്നൊക്കെ വിളിക്കാറ്. വാചാടവം എന്താണെന്ന് വെച്ചാൽ ഈ വൻകിടക്കാർക്കെതിരെ, എലീറ്റ് വരേണ്യ വർഗത്തിനെതിരെ ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഇവർ വാസ്തവത്തിൽ
വൻകിട കുത്തക മൂലധനത്തിന്റെ സഹകാരികളും സഹായികളും പിന്തുണക്കാരും. വാസ്തവത്തിൽ 1938 തന്നെ ജർമ്മനിയിൽ ഒരു അനാർക്കോ മാർക്സിസ്റ്റ് ആയിരുന്ന ഡാനിയൽ ജെറെ ഫാഷിസം ആൻഡ് ദി ബിഗ് ബിസിനസ് എന്നൊരു പുസ്തകം. ഫാഷിസം ആൻഡ് ദി ബിഗ് ബിസിനസ്. മുസോളിനി ഫാഷിസത്തെ എങ്ങനെയാണ് നിർവചിച്ചത്? ഫാഷിസം is a fusion of corporate and the state power. അപ്പൊ ഫാഷിസവും കുത്തക മൂലധനവും തമ്മിലുള്ള നാഭീനാള ബന്ധം വളരെ സ്പഷ്ടമാണ്. ഈ രീതിയിൽ മറ്റ് ഈ മൈനോറിറ്റീസ് അല്ലെങ്കിൽ എതിരാളികളായി കാണുന്ന ഫാഷിസ്റ്റുകൾ ആന്റി ഡെമോക്രാറ്റിക് ആണ്, ആന്റി ലിബറൽ ആണ്, ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്, ആന്റി സോഷ്യലിസ്റ്റ് ആണ്, ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ എല്ലാ നവ ഫാഷിസ്റ്റുകളും ഭരണകൂട സംവിധാനങ്ങൾ മാത്രമല്ല അവരുടെ എതിരാളികളെ നിഗ്രഹിക്കാൻ അല്ലെങ്കിൽ ഒതുക്കാൻ ഉപയോഗിക്കുന്നു. ഭരണകൂട സംവിധാനങ്ങൾക്ക് പുറമെ ഭരണകൂട ബാഹ്യമായ നരമേധ സംഘങ്ങൾ ഈ എല്ലാ നവ ഫാഷിസ്റ്റ് സംഘങ്ങൾക്കും ഉണ്ട്. ഇന്ത്യയിൽ ബജ്രംഗ് ദൾ ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 കുട്ടികളെയും ചുട്ടുകൊന്നത് നമുക്കറിയാം. അപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ അധ്യായം ഇതിന്റെ നവഫാഷിസത്തിന്റെ സത്തയും സാരാംശവും വളരെ വ്യക്തമായി പറയുന്ന ഒരു അധ്യായം. അപ്പൊ അദ്ദേഹം കേട്ടി അതിൽ ക്ലാസിക്കൽ ഫാസിസവും നവഫാഷിസവും തമ്മിൽ കാര്യമായ അതിൽ തുടർച്ച തന്നെയാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ തന്നെ ക്ലാസിക്കൽ ഫാസിസം 2 ലോക യുദ്ധങ്ങൾക്കിടയിൽ സാമ്രാജ്യത്വ വൈരുദ്ധ്യങ്ങളുടെയും മത്സരങ്ങളുടെയും ഭാഗമായി ഉണ്ടായതാണ്. ആ ഹിറ്റ്ലറുടെയും മുസോളിന്റെയും ആ നാസിസവും ഫാഷിസവും. ഇന്നത്തെ നവ ഫാഷിസം വാസ്തവത്തിൽ വിരോധാഭാസകരമെന്ന് പറയാം. നവലിബറലിസത്തിന് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രൂപമാണ് ഗ്ലോബലൈസേഷൻ. അതിന് യൂഫമിസ്റ്റ് മയത്തിൽ മധുരവാക്കിൽ വാസനത്തൈലം പുരട്ടി പറയുന്ന ഒരു വാക്കാണ് ഗ്ലോബലൈസേഷൻ. ഇമ്പീരിയലിസം 3 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും. അപ്പോ ഈ നവ ലിബറൽ നയങ്ങൾ, നിയോ ലിബറൽ പോളിസീസ് ഈ വികസ്വര രാജ്യങ്ങളുടെ മാത്രമല്ല വികസിത രാജ്യങ്ങളുടെയും അനേക കോടി ജനങ്ങളുടെ ജീവിതോപാധികളെ, അവരുടെ ജീവിതം കഷ്ടതരമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ട്രംപിന്റെ അനുയായികൾ ആരാണെന്ന് നോക്കൂ. അപ്പൊ ഈ നവലിബറൽ നയങ്ങളുടെ പ്രതിസന്ധി, അത് സൃഷ്ടിച്ച അസ്വസ്ഥത, അത് സൃഷ്ടിച്ച ഭീകരത, അപ്പൊ അതിൽ അസംതൃപ്തരായ, നിരാശരായ, ഹതാശരായ ജനങ്ങൾക്ക് ഈ പോപ്പുലിസ്റ്റുകൾ എന്ന് പറയുന്ന നവ ഫാഷിസ്റ്റുകൾ, ട്രംപിനെ പറ്റി ട്രംപിസം ഒരു അധ്യായമുണ്ട്, അമേരിക്കനിസം ഒരു അധ്യായമുണ്ട് ഇതിൽ. അപ്പോ ട്രംപ് എന്താ പറയുക? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. പക്ഷെ ട്രംപ് ഇലോൺ മസ്കിനെ കൂട്ടി. ട്രംപിന്റെ ടീമിൽ ആരൊക്കെയാണ്? ഏറ്റവും വലിയ കോർപ്പറേറ്റ് ശക്തികളാണ് ഉള്ളത്. അപ്പോ ഈ നവ ലിബറൽ മുതലാളിത്തം, ഈ തോമസ് പിക്കറ്റി, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഇൻ ദി 21st സെഞ്ചുറി. ഇപ്പൊ നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യ അടക്കം എന്താ പറഞ്ഞത്? ട്രിക്കിൾ ഡൗൺ തിയറി. സമ്പത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇറ്റിറ്റ് വീണ് സമൂഹത്തിലാകെ സമ്പത്ത് പരക്കും. വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു? സമ്പത്ത് മുകളിൽ തന്നെ കെട്ടിപ്പിടിച്ചു തന്നു.
അങ്ങനെ ലോകത്ത് അസമത്വം കൂടി പൂർവാധികം ഉത്തരോത്തരം വർദ്ധിച്ചു എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രഭാത് പട്നായിക്കോ CP ചന്ദ്രശേഖരോ ഒന്നുമല്ല, സാക്ഷാൽ നോൺ മാർക്സിസ്റ്റായ തോമസ് പിക്കറ്റി. പിന്നെ ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യം ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിൽ രഹിത വളർച്ച സൃഷ്ടിക്കും. അത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് ഇപ്പോൾ ലോകം ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ജോബ് ലോസ് ഗ്രോത്ത് ആണ്. ജോബ് ലോസ് ഗ്രോത്ത്, തൊഴിൽ നഷ്ട വളർച്ച. ഞാൻ ആ കാര്യത്തിലേക്ക് അധികം കടക്കുന്നില്ല. അപ്പോ ഇതൊക്കെ ഈ അധ്യായത്തിൽ വരുന്നുണ്ട്, ഈ ഉപന്യാസത്തിൽ. ഓരോന്നും ഉപന്യാസമാണ്. പിന്നെ രണ്ടാമത്തത് പശ്ചിമേഷ്യയെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന സയനിസ്റ്റ് ഭീകരതയും അമേരിക്കയുടെ നവലോകക്രമവും. അത് സാമാന്യം ദീർഘമായ ഒരു പ്രബന്ധമാണ്, എല്ലാവരും വായിക്കേണ്ട ഒരു പ്രബന്ധം. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പലർക്കും അറിയാത്തൊരു കാര്യം, പശ്ചിമേഷ്യയിൽ, ഏഷ്യയിൽ ആദ്യത്തെ ഭീകരാക്രമണം നടത്തിയത് സയനിസ്റ്റ് ഭീകരത. 1946 ജൂലൈയിൽ ജെറൂസലേമിലെ കിങ് ഡേവിഡ് ഹോട്ടൽ, അത് സയനിസ്റ്റ് ഭീകര സംഘടനയായിട്ടുള്ള ഇർഗൂൺ ബോംബ് വെച്ച് അതിന്റെ ദക്ഷിണ ഭാഗം തകർത്ത് 91 പേരെ കൊന്നു. അതായിരുന്നു ഏഷ്യയിലെ, പശ്ചിമേഷ്യയിലെ, ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ ഭീകരാക്രമണം. 1944 മൊയ്നെ പ്രഭു ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഈജിപ്തിൽ വെച്ച് വധിച്ചത് ലഹി എന്നും സ്റ്റേൺ ഗാങ് എന്നും അറിയപ്പെടുന്ന ഒരു ഭീകര സംഘടന, സയനിസ്റ്റ് ഭീകര സംഘടന. 1948 സ്വീഡിഷ് ഡിപ്ലോമാറ്റായിരുന്ന ബെർണാട്ടോയെ വധിക്കുന്നത് ഇതേ ലഹി തന്നെയാണ്. ഈ ലഹിയും ഇർഗൂണും അതുപോലെ തന്നെ സ്റ്റേൺ ഗാങ്ങും ഒക്കെയാണ്. അതിൽ പ്രവർത്തിച്ചവരാണ് ബെഗിൻ, മെനാഷൻ ബെഗിൻ അടക്കമുള്ള ഇസ്രായേലിന്റെ പിന്നീടുള്ള ഭരണാധികാരികളൊക്കെ. ഇതേ സംഘടനകൾ, ഇതേ ഭീകര സംഘടനകളാണ് ഇന്ന് ഗാസയിൽ ധനവേദ വംശഹത്യ നടത്തുന്ന ഈ IDF-ന്റെ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ഭാഗമായി തീർന്നത്. അപ്പൊ വാസ്തവത്തിൽ ഈ നിങ്ങൾ ഹിന്ദു വായിക്കുന്നവരായിരിക്കും, സ്റ്റാൻലി ജോണിയുടെ ഒരു ബുക്കുണ്ട്, ദ ഒറിജിനൽ സിൻ. എന്താണ് ആ പലസ്തീൻ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം? ദി ഒറിജിനൽ സിൻ, മൂലപാപം എന്താണ്? അധിനിവേശം. അധിനിവേശമാണ് മൂലപാപം. 1919-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ മുതൽ കിഴക്കൻ യൂറോപ്പിൽ നിന്ന് ആസൂത്രിതമായി ജൂതന്മാരെ, യഹൂദരെ അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തുകയും കോളനികൾ സ്ഥാപിക്കുകയും, അതുകൊണ്ടാണ് സെക്യുലർ കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 19-ാം നൂറ്റാണ്ട് 1882 മുതൽ തുടങ്ങി 1917 വരെ എത്തിയപ്പോഴേക്കും ആകെ ആ പലസ്തീൻ ഭൂഭാഗത്തിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 6% ജൂതന്മാരായിരുന്നു. അപ്പൊ തിയോഡർ ഹെർസൽ, സയനിസത്തിന്റെ പ്രജ്ഞാതാവും ശില്പിയും, അദ്ദേഹം കരഞ്ഞുകൊണ്ട് തുർക്കി സുൽത്താൻ എടുത്തു പോകുന്നുണ്ട്, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ എടുത്തു പോകുന്നുണ്ട്, രാജ്യം തരൂ, രാജ്യം തരൂ. അപ്പൊ ബ്രിട്ടീഷ് ഒരു സെക്രട്ടറി ആഫ്രിക്ക പോയിരുന്നു. അപ്പോ ഹെർസലിനോട് പറഞ്ഞു, ഉഗാണ്ട നല്ല സ്ഥലമാണ്, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അദ്ദേഹം ഹെർസൽ പറഞ്ഞു, നിങ്ങൾക്ക് ലണ്ടന് പകരം പാരീസ് എന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഹെർസൽ അത് സ്വീകരിച്ചില്ല. ബാൽഫർ, അന്നത്തെ പ്രത്യേക 1-ാം ലോക യുദ്ധ സാഹചര്യത്തിൽ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബാൽഫർ 67 വാക്കുള്ള, കേവലം 67 വാക്കുള്ള കുപ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തി. അന്ന് 94% അറബ് പലസ്തീനികൾ. അറബ് പലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അറബ് മുസ്ലിം പലസ്തീനികളുമുണ്ട്, അറബ് ക്രിസ്ത്യൻ പലസ്തീനികൾ. എഡ്വേർഡ് സെയ്ദ്
അറബ് ക്രിസ്ത്യൻ പലസ്തീനിയൻ. അപ്പം അന്ന് 1917 പലസ്തീനിൽ 85% അറബ് മുസ്ലിം പലസ്തീനികളും 7-8% അറബ് ക്രിസ്ത്യൻ പലസ്തീനികളും ബാക്കി വരുന്ന ഏതാണ്ട് 5-6% യഹൂദരും. ഈ ബാൽഫർ പ്രഖ്യാപനത്തിൽ ഒരിക്കൽ പോലും പലസ്തീനികൾ, അറബികൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. യഹൂദർക്ക് ഒരു ജന്മഗേഹം വാഗ്ദാനം ചെയ്യുന്നു. യഹൂദർക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ അറബികളായിട്ടുള്ള പലസ്തീനികളെ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ അറബികളായ പലസ്തീനികളെ വിളിക്കുന്നത് ആ പ്രഖ്യാപനത്തിൽ യഹൂദരല്ലാത്ത സമുദായങ്ങൾ എന്ന് പേര് പോലും പറയുന്നത്. യഹൂദരല്ലാത്ത, അവർക്ക് മതപരമായ അവകാശങ്ങൾ മാത്രമാണ് പൗരാവകാശം ആ പ്രഖ്യാപനത്തിലുണ്ടായി. അവിടെ തുടങ്ങുന്നു അനീതി നമ്പർ 1. പിന്നെ കുടിയേറ്റം വ്യാപിച്ചു. എന്നിട്ടും 1947 UN ഈ പലസ്തീൻ വിഭജിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ പോലും യഹൂദരുടെ അംഗസംഖ്യ ഒരു 35%-ത്തിനപ്പുറം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വിഭജനം രണ്ടാമത്തെ അനീതിയാണ്. കേവലം 35 അല്ലെങ്കിൽ 35-നും 40-നും ഇടക്ക് വരുന്ന യഹൂദർക്ക് 55% പലസ്തീൻ ഭൂമിയാണ് പതിച്ചത്. ബാക്കി വരുന്ന 60%-ത്തിലധികം വരുന്ന പലസ്തീനികൾക്ക് 45% ഭൂമിയാണ് പതിച്ചത്. പിന്നെ 1948 യുദ്ധം എന്ന് പറഞ്ഞു. യുദ്ധമല്ല, വാസ്തവത്തിൽ അത് മറ്റൊരു വംശഹത്യ തന്നെയാണ്. അന്നത്തെ ഈ യുദ്ധം എന്ന് പറയുന്ന ആ 48 യുദ്ധത്തിൽ, ആ വംശഹത്യയിൽ ഈ പലസ്തീനികളെ കൊന്നൊടുക്കിയും ഓടിച്ചു. ഏതാണ്ട് 7 to 8 lakhs, 7-8 ലക്ഷം പലസ്തീനികളെ തുരത്തി ഓടിച്ചു. ആ പ്രദേശങ്ങളൊക്കെ കീഴടക്കി. അങ്ങനെ 75% ഭൂമി ആരുടെ കൈവശം വന്നിരുന്നു? ഇസ്രായേലിന്റെ കൈവശം വന്നു. 67 യുദ്ധത്തിൽ എല്ലാ പലസ്തീൻ ഭൂഭാഗവും ഇസ്രായേലിന്റെ. ഇപ്പോഴും ഇപ്പൊ ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോ അത് യഥാർത്ഥ പരമാധികാരം കൈയാളുന്നത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോ ഈ തരത്തിൽ ഈ പുസ്തകത്തിൽ ഇന്ത്യയിലും പശ്ചിമേഷ്യയിലും യൂറോപ്പിലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കയിലും ഒക്കെയുള്ള നവഫാഷിസത്തിന്റെ പല പല രൂപങ്ങൾ ആണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നവഫാഷിസത്തിന് പൊതുവായി ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഫ്രാൻസിലായാലും ഇറ്റലിയിലായാലും നവഫാഷിസ്റ്റുകൾ പങ്കുവെക്കുന്ന ചില പൊതുപ്രവണതകൾ ആദ്യ അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഈ പുസ്തകം ഇന്നത്തെ കാലഘട്ടത്തിന്റെ, ആസുര കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. കാരണം നമ്മുടെ നാടും നവ ഫാഷിസത്തിന്റെ ചുഴിയിൽ ആണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു ചെറിയ പല നിദർശനങ്ങളും നമ്മൾ കണ്ടതാണ്. ഗുജറാത്ത് കലാപം, കാണ്ഡമൽ കലാപം. ഇന്നലെ കേന്ദ്ര ഏജൻസികൾ, ഫാഷിസ്റ്റുകൾ അങ്ങനെയാണ്, അവർ തെരഞ്ഞെടുപ്പൊന്നും വേണ്ടെന്ന് വെക്കുന്നില്ല. ജനാധിപത്യം ആവാം, തെരഞ്ഞെടുപ്പ് ആവാം. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന് ഭരണകൂട സ്ഥാപനങ്ങളെ അവർ അന്തസാര ശൂന്യമാക്കി, പൊള്ളയാക്കി, വെടക്കാക്കി, തനിക്കാക്കി കേന്ദ്ര ഏജൻസികളെ, ഭരണകൂടത്തിന്റെ ഏജൻസികളെ ശത്രുക്കളെ വേട്ടയാടാനും നിഗ്രഹിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അത് ട്രംപ് ആയാലും മോഡി ആയാലും മെലണി ആയാലും ഇനി മറൈൻ ലീ പെൻ ഫ്രാൻസിൽ അധികാരത്തിൽ വന്നാലും നടക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഈ പുസ്തകം ഇന്നത്തെ കാലഘട്ടത്തിന്റെ
ശബ്ദമാണ്. അതുകൊണ്ട് ഇത് പരക്കെ വായിക്കപ്പെടണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ